ഓം ശാന്തി. പ്രിയ സജ്ജനങ്ങളെ, സഹോദരങ്ങളെ, മണ്ഡലമാസ വ്രതം അയ്യപ്പസ്വാമിയുടെ ഓർമ്മയിൽ ജീവിക്കുന്ന ഈ സമയത്ത് ഗുരുവായൂർ ഏകാദശി വളരെ മഹിമയുള്ള സുദിനം. ആ ദിവസത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെ പ്രാധാന്യത്തെയും മഹിമയെയും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഏകാദശി വ്രതം എടുത്താൽ 1000 ഏകാദശി നോറ്റതിന് തുല്യമായിട്ടുള്ള ആ ദിവസം. അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ മഹത്വമാണ് ഗീതാ ദിനമായിട്ടും. വളരെ വിശേഷപ്പെട്ട ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ച, കുരുക്ഷേത്ര ഭൂമിയിൽ ഗീത ഉപദേശിച്ച അതിൻ്റെ ഓർമ്മയും ഈ ദിനത്തിൽ എല്ലാവരും ആനന്ദത്തോടു കൂടി ഓർക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് എത്ര വ്രതശുദ്ധികൾ എടുത്താലാണോ ഈശ്വര സാന്നിധ്യം നമ്മൾക്കുണ്ടാവുക. നമ്മുടെ ഹൃദയം തന്നെ ഒരു ദേവാലയം, മനസ്സ് തന്നെ ഒരു ദേവാലയം, അതുപോലെ വീട് തന്നെ ദേവാലയമാക്കി കൊണ്ടുപോവാൻ ഈ സമയം, ഈ കൊറോണയുടെ സമയത്ത് നമുക്ക് ദേവാലയങ്ങളിലേക്ക് പോകാനുള്ള പരിമിതികളെ നോക്കി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് എത്ര മംഗളകരമായ അന്തരീക്ഷമാക്കി മാറ്റാൻ സാധിക്കുമെന്നൊന്ന് നോക്കാം. പ്രഭാതം, അമൃതവേള, അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ ശുദ്ധികർമ്മങ്ങൾ ചെയ്യൂ. ശുദ്ധികർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രഭാതം ഭഗവാനോട് പറഞ്ഞ് വന്ദനം നടത്തി കുറച്ചു നേരം ആ ബെഡിൽ തന്നെ ഇരുന്ന് ധ്യാനമഗ്നമായിരുന്ന് നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണതമായ ആരോഗ്യത്തെ എടുത്ത ശേഷം നമ്മൾ നല്ല ശുദ്ധജലത്തിൽ കുളിക്കൂ. നദീജലത്തിലോ കുളത്തിലോ ഏതെങ്കിലും ജലാശയത്തിൽ നീന്തി കുളിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സുഖം എന്താണ്? പഞ്ചതത്വങ്ങളും നമുക്ക് അനുനയിക്കുന്ന ഒരു സമയമാണ് ആ ബ്രഹ്മമുഹൂർത്തം. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് നമ്മുടെ ദേവീദേവ സങ്കല്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു വിളക്ക് വെച്ച് ഭദ്രദീപം കൊളുത്തി ആ ദീപാലങ്കാരം ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ദേവനായ ശ്രീകൃഷ്ണന്റെ സ്വരൂപത്തെ വെക്കൂ. അലങ്കാരമൂർത്തിയായി കാണൂ, അഥവാ മഹാവിഷ്ണുവിന്റെ സ്വരൂപത്തിൽ കാണൂ. കാരണം നമുക്ക് ഭഗവാനെ സർവശക്തികളും നിറഞ്ഞ സ്വരൂപത്തിൽ ഒരു യുഗപുരുഷനായി നമുക്ക് കാണാം. ആ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ആ ചൈതന്യമായ സ്വർഗലോകത്തിന്റെ ആദ്യ പുത്രനായി അഥവാ ആദി ദേവനായി വരുന്ന ഒരു സമയം നമുക്ക് ഓർമ്മിക്കാനുള്ളൊരു സമയം തന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്തം. തുളസിപ്പൂവും ചന്ദനവും ചന്ദനത്തിരിയും വെച്ച് നമുക്കൊരു മനസ്സാ പൂജ കഴിഞ്ഞ ശേഷം നമ്മൾ ധ്യാനമഗ്നമായി ആ ചൈതന്യം വിളക്ക് വെക്കുമ്പോൾ നമ്മൾ ഒരു തിരി വെക്കുന്നത് ശരിയല്ല, 2 തിരിയും അപ്പുറവും ഇപ്പുറവും വെക്കുന്നത് 5 തിരിയിട്ട് നമുക്ക് വിശേഷ ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ പഞ്ചവികാരങ്ങളും നമ്മളിൽ നിന്ന് പോയി 5 ഗുണം, 5 തിരി 7 തിരി സതോ ഗുണം, 5 ഗുണങ്ങളും നമുക്ക് ഓരോ പ്രഭയിലൂടെയും കിട്ടുന്നത്. ഓരോ തിരകള് നമുക്ക് നോക്കൂ, ഓരോ ഗുണങ്ങള്, അതായത് ശാന്തി, അതുപോലെ സുഖം, അതുപോലെ ആനന്ദം, അതുപോലെ ഐശ്വര്യം, അതുപോലെ സമൃദ്ധി. ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോൾ 7 തിരിയിടുമ്പോൾ ആ ചൈതന്യവും ദിവ്യത, ആ ദിവ്യ മുഹൂർത്തത്തിലായി നമ്മുടെ മനസ്സുകൊണ്ട് എത്ര സമയം ധന്യമാക്കാൻ ധ്യാനം ചെയ്യൂ. കീർത്തനങ്ങൾ ആലാപിക്കണമെങ്കിൽ ആ ആലാപത്തിന്റെ അനുസരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരെയും ആ ശുദ്ധമായ കീർത്തനം കൊണ്ട് ഉണർത്തി അവരെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആ നിറതിരിയോട് കൂടിയിട്ടുള്ള ആ ദേവവിഗ്രഹം കാണുമ്പോൾ അവരും ആ ദൈവീക സ്മരണകളിലേക്ക് പോകും. അവർക്കും ഈ ദൈവിക ഗുണങ്ങൾ കിട്ടി ഉണർത്തുവാൻ നമുക്ക് എപ്പോഴും വീട്ടിൽ ആരായിരിക്കാം? അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം. എന്തായാലും വീട്ടിലെ ദേവി എന്ന സ്ത്രീ രത്നത്തിന്റെ
ജോലി തന്നെയാണ്, അവകാശം തന്നെയാണ്. എല്ലാവരെയും ഉണർത്തുന്ന ആ പ്രഭാതത്തിലെ കീർത്തനങ്ങളോ ധ്യാനങ്ങളോ ആ നല്ല വാക്കുകളും നല്ല ശബ്ദങ്ങളും കേട്ട് മറ്റുള്ളവർ ഉണർന്ന് അവർക്കും പ്രഭാത കൃത്യങ്ങൾ ചെയ്ത് കുളിച്ച് അവരുടെയും ധ്യാനാവസ്ഥയിലിരുന്ന് അന്നത്തെ ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ വീട്ടിലെ പ്രഭാത ഭക്ഷണം വെക്കുന്നത് അത് വളരെ ശുദ്ധമായ കുളിച്ച് വളരെ ഈശ്വരീയ ഓർമ്മയിലൂടെ നമ്മളൊരു പ്രഭാത ഭക്ഷണം എന്താണോ ഉണ്ടാക്കുന്നത് ആ സാത്വികമായ ഒരു ഭക്ഷണം കുറച്ച് പ്രസാദമാക്കാൻ മധുരത്തിൻ്റെതും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായി. അത് പ്രഭാതത്തില് ഒരു നിവേദ്യമായി ആ ദൈവസന്നിധിയിൽ പ്രസാദമായിട്ട് പൂജ വെക്കൂ. മനസ്സാ പൂജ ചെയ്യാലോ. മനസ്സില് നമ്മുടെ വീട്ടിൽ ഈശ്വരൻ വന്നിരിക്കുകയാണ്, ദൈവികമായ സന്നിധിയാണ് എൻ്റെ വീട്ടിൽ. കാരണം പറയില്ലേ, ഓരോ വീടും സന്നിധാനം പോലെ. അത് അയ്യപ്പസ്വാമിയുടെ ഓർമ്മയിലാണെങ്കിൽ ആ ശരണം വിളികള് അഥവാ ശ്രീകൃഷ്ണ ആ ഏകാദശി വ്രതത്തിന്റെ ഗുരുവായൂർ ഏകാദശി വ്രതമായിട്ടാണ് നമ്മളാണെങ്കിൽ കൃഷ്ണൻ. ഏതായാലും ആ പരമ ചൈതന്യത്തിന്റെ ആ പരമ്പൊരുളിന്റെ ആ കൃപയാണ് നമുക്ക് ഏത് വിഗ്രഹാരാധനയിലൂടെയും നമുക്ക് കിട്ടുന്നത്. ആ പരമ്പൊരുളായ ഭഗവാനെ നമുക്ക് മനസ്സിൽ കണ്ട ശേഷം ആ മാനസ പൂജ കൊടുത്ത് ആ പ്രഭാത ഭക്ഷണമാണ് നമുക്ക് എല്ലാവർക്കും രാവിലെ മധുരമായി കൊടുക്കുന്നതെങ്കിലോ അന്നത്തെ ദിവസം മുഴുവൻ മധുരമായി മാറി. അതുപോലെ നമ്മുടെ ഉച്ചഭക്ഷണമാവട്ടെ, വീട്ടിലെ സങ്കല്പങ്ങളെല്ലാം അടുത്തത് നമുക്ക് ഏറ്റവും പവിത്രമായി വെക്കേണ്ട സ്ഥലമാണ് അടുക്കള. ഒരു അശുദ്ധികളും ഇല്ലാതെ രാവിലെ എങ്ങനെയാണോ ശുദ്ധിയായി കാണണമെങ്കിൽ തലേ ദിവസം എല്ലാം വൃത്തിയാക്കി ശുദ്ധമായ അടുക്കള ഒന്നുകൂടി അടിച്ച് തുടച്ച് അവിടെ ഒരു ദൈവികമായ ആ തിരിനാളത്തിൽ നിന്ന് ഒരു നാളം കൊണ്ടുവന്ന് നമുക്ക് അടുപ്പ് കത്തിക്കുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും അവിടെ ഒരു നിലവിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് ആണെങ്കിലും കത്തിക്കുന്നതെങ്കിൽ ആ ദൈവികമായ അഥവാ വളരെ ശുദ്ധമായ സാത്വിക ഭക്ഷണം വെക്കുന്ന അടുക്കളയാണെങ്കിൽ അവിടെയും ഒരു ദൈവികമായ ഒരു ചിത്രം വെച്ച് ഒരു അതിലേക്ക് നോക്കി 2 നാമമന്ത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് അവിടെ ഭക്ഷണം ഭോജനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശുദ്ധമായ ഭോജനത്തിൽ ഈശ്വരീയ കൃപകളായിരിക്കും സ്വാദ് കൂട്ടി വരിക. അതൊരു പ്രസാദം തന്നെ ആയിരിക്കും. നമ്മൾ ഏതാണോ ശുദ്ധ ഭക്ഷണം വെച്ച് അത് ഉച്ച പൂജയായിട്ട് മനസ്സാ പൂജയായിട്ട് ആ ദിവ്യമായ ചൈതന്യത്തിന്റെ മുന്നിൽ വെച്ച് ഈ ഭക്ഷണം എല്ലാവർക്കും ആരോഗ്യം കൊടുക്കുന്നതാവട്ടെ എന്ന ഓർമ്മയിൽ നമ്മൾ വെച്ച് സന്ധ്യയ്ക്കും അതുപോലെ എല്ലാവരെയും സന്ധ്യാവന്ദനത്തിനെത്താൻ ഒരു ദേവാലയം പോലെ കാണാൻ ഒരു ഈശ്വരീയ മുറി നമ്മൾ സംഭരിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് എല്ലാവർക്കും ഒരുമിച്ച് കൂട്ട പ്രാർത്ഥനകൾ നടത്താം. ഏതൊരു സ്വരൂപത്തിലാണോ നമ്മൾ കാണുന്നത് ആ സ്വരൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി ആ വീട് തന്നെ ഒരു ദേവാലയത്തിന്റെ പവിത്രതയുടെ ഓർമ്മയിലൂടെയാണ് നമ്മുടെ സന്ധ്യാനാമം കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി ആ അത്താഴവും കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു? കിടന്നുറങ്ങുന്നതിന്റെ മുന്നേയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശ്വര സങ്കല്പത്തിലിരുന്ന് ഇന്ന് എന്തെല്ലാം കൃപകളാണോ നമുക്ക് കിട്ടിയത് അതുപോലെയുള്ള കൃപകളെല്ലാം നമുക്ക് മനസ്സിലോർത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും വിഷമതകളോ ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടായോ അഥവാ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പ്രകടിപ്പിച്ചതിൽ എനിക്ക് വിഷമമുണ്ടായോ എന്നെല്ലാം നമുക്കൊന്ന് നോക്കി അതിനെല്ലാറ്റിനും നമ്മുടെ മനസ്സ് തുറന്ന് ഈശ്വരന്റെ സങ്കല്പത്തിൽ നമുക്കൊരു കത്ത് എഴുതാം. നമുക്ക് മനസ്സിനോട് മന്മനാഭവ എന്ന ഒരു മന്ത്രം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം അത് ആ പരമ ചൈതന്യത്തിനാവോ അതോ നമ്മളൊരു ദേവസ്വരൂപത്തിലാണോ അത് നമ്മുടെ വീട്ടില് ദിവ്യമായി നമ്മുടെ വീട്ടിൽ ആ ഒരു പ്രതീതിയുണ്ട് അവരുടെ മുന്നിൽ സമർപ്പിച്ച് ഒരു ദിവ്യമായ രീതിയിലാണ് നമ്മുടെ ഉറക്കമെങ്കിൽ ആ ഉറക്കം മുഴുവൻ ഈശ്വര സാന്നിധ്യത്തിന്റെ കൃപ കിട്ടിക്കൊണ്ടായിരിക്കും. പൂർണ്ണ ആരോഗ്യത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കും നമ്മൾ ഉറങ്ങുക. ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഉറങ്ങിയാൽ
നമ്മുടെ ആ ഓരോ ദിവസവും ഒരു പുതുജീവൻ കിട്ടുന്ന പോലെയാണ് നമ്മൾ ഉണരുക. ഉണരുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു അലാറം പോലെ നമ്മളെ പ്രഭാതത്തില് ഒരു 3 മണി കഴിഞ്ഞാൽ എപ്പോഴാണ് ഉണരുന്നത്, അതെന്റെ പ്രഭാതം, സുപ്രഭാതം, അമൃതവേള, സരസ്വതി യാമം, ബ്രഹ്മമുഹൂർത്തം. ഈ മുഹൂർത്തത്തിൽ എന്നെ ഉണർത്തി എനിക്ക് വേണ്ട നിറവുകളെല്ലാം തരട്ടെ, എനിക്ക് എല്ലാ ഗുണങ്ങളും ധാരണ ചെയ്യാൻ എൻ്റെ മനസ്സ് വീണ്ടും ആ ഈശ്വര സങ്കല്പത്തിൽ തന്നെ വെക്കുക. പലരും കണ്ടിട്ടുണ്ട്, ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണാൻ വേണ്ടി തന്റെ ഇഷ്ടദേവന്റെ സ്വരൂപം വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ മനസ്സാ ധ്യാനം തുടങ്ങുമ്പോൾ ആ പരൻ ഈശ്വരന്റെ ചൈതന്യത്തെയാണ് നമ്മൾ കണ്ടു വണങ്ങുന്നതെങ്കിൽ എല്ലാവരോടും പ്രാർത്ഥിച്ചതിന് തുല്യമായി, എല്ലാവരെയും ബഹുമാനിച്ച ആദരവോട് കൂടിയിട്ട് പല ദ്വൈതമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് ഒന്നിലേക്ക് എത്തിക്കാൻ, അതാണ് ഏകാദശി ബ്രഹ്മം. ഒറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരൂ. എല്ലാം ഒന്നിൽ നമുക്ക് കാണാൻ കഴിയാൻ സ്വരൂപത്തിനപ്പുറം നമ്മൾ ഒരു ചൈതന്യത്തെ നമുക്ക് കണ്ടിട്ടാണ് നമ്മുടെ പ്രഭാതമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മ ചൈതന്യവും ഉണരും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു ദൈവിക കുലത്തിന്റെ സന്തതികളെ സംസ്കൃതികളെ പറയുമ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും വേദനിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം? ദൈവകൃപ, ഈശ്വരന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ സാന്നിധ്യമാണ് നമ്മളെ തെറ്റുകൾ തിരുത്താനും തെറ്റ് വരാതിരിക്കാനും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും സത്യമായ വഴിയിലൂടെ നമുക്ക് ചലിക്കാനും. എപ്പോഴും നമ്മൾ ഭഗവാനെ പറയുന്നത് എങ്ങനെയാണ്? പതീത പാവന, അത് പരമേശ്വരൻ. പതീത പാവന, കാരണം നമ്മൾ എങ്ങനെയാണോ നമ്മളെ ദുർബലമായ മനസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ദുർബലതകൾ ചെയ്ത് നമ്മളുടെ ഉള്ളില് ഒരുപാട് വികർമ്മങ്ങളുടെ വിനകൾ വന്നുകൊണ്ടേയിരിക്കുന്നതിനെ എല്ലാം മാറ്റിത്തരാൻ ഒരേ ഒരു ഓർമ്മ ധ്യാനത്തിലൂടെ ഇരിക്കൂ. എത്ര നേരം നമ്മൾ ധ്യാനത്തിലിരിക്കണു, നമ്മുടെ ടോട്ടൽ ശരീരത്തിന്റെ പൂർണ്ണ ഊർജം ഒരേ സ്ഥലത്ത് നമ്മൾ കേന്ദ്രീകരിക്കുക. അതാണ് നമ്മുടെ നെറ്റിത്തടത്തില് നമ്മുടെ ഭൃഗുടി സിംഹാസനം. ശരീരം തന്നെ ഒരു കോവിലെ, ശരീരത്തിലെ ഏറ്റവും ഭൃഗുടി സിംഹാസനമായ ആ നെറ്റിത്തടത്തില് എൻ്റെ തന്നെ സ്വരൂപം ചൈതന്യമായി കാണുക. കാരണം ഈശ്വരന്റെ ശക്തി എന്നിലുണ്ടെങ്കിൽ അതെപ്പോഴും ചൈതന്യമായിരിക്കും. ആ ചൈതന്യമായ ശക്തിയെ ഞാൻ ഉണർത്തി എൻ്റെ സ്വരൂപത്തില് എത്ര നിറവുകളുണ്ടോ എത്ര കുറവുകളുണ്ടോ ഞാൻ തന്നെ എന്നെ തന്നെ അവലോകനം ചെയ്യുന്ന ഒരു രീതി ആണ് സത്യത്തിലെ ധ്യാനം. ആ ധ്യാനത്തിനെ നമ്മൾ സദാസമയവും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, അന്തർമുഖതയിലേക്ക് പോവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ അന്തരാത്മാവിലേക്ക് പോകുമ്പോഴും എത്രയോ ചെപ്പുകൾ തുറന്ന് അതിൻ്റെ ഉള്ളിൽ അത്ഭുതമായൊരു കലവറ, അതാണ് ഈശ്വരീയ സമ്പത്തുകളുടെ കലവറയാണ് ഞാൻ എന്ന തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ആനന്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നോക്കൂ, ഇപ്പൊ നടക്കുന്ന എല്ലാ വ്രതങ്ങളിലൂടെയും നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ അന്തരാത്മാവിലുള്ള കലവറകൾ തുറന്ന് ആ പരമശക്തിയുടെ ആധാരത്തിൽ ആ കലവറയിലെ ഓരോ സാധനവും ഈശ്വരന്റെ സമ്പത്താണ്, ഈശ്വരൻ തന്നതാണ് എന്ന ഒരറിവോടുകൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഒരിക്കലും തീരാത്ത കലവറകളാണ് നമ്മുടെ ഗുണങ്ങള്, നമ്മുടെ മൂല്യങ്ങള്. എത്ര കൊടുക്കുന്നുവോ, എത്ര ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുവോ അത്രയും മഹാനതയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അത്രയും മഹാനതയാണ് എന്നെ മഹോത്തരമാക്കുന്ന കർമ്മങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു കർമ്മം അടുത്തൊരു കർമ്മത്തിന് തുടർക്കഥയായി തന്നെ തുടർച്ചയായിട്ട് എൻ്റെ കർമ്മനിരതമായിട്ട് എൻ്റെ ജീവൻ എത്ര സമയം, എൻ്റെ ആത്മാവ് എത്ര നേരം ഈ ശരീരത്തിൽ സുഖത്തിലിരിക്കുന്നു അത്ര വരെ ഞാൻ കർമ്മനിരതമായി പോവും. എൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രവാഹ ശക്തിയുടെ ഫലത്തിന് ആധാരമായി ഞാൻ എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും.
ശരീരത്തിന് എത്ര വയസ്സോ പ്രായോ എത്ര വന്നാലും ഞാൻ എപ്പോഴും ഊർജ്ജസ്വലമായ ഒരു ദീപശിഖ പോലെ, ഒരു ആത്മജ്യോതി പോലെ എപ്പോഴും ഉണർന്ന് പ്രവർത്തിച്ച് എന്റേതായിട്ടുള്ള ആ പ്രകാശം സർവരിലേക്കും കൊടുക്കുന്ന ഒരു വൃത്തം എനിക്ക് എപ്പോഴും സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് എന്തെല്ലാം നെഗറ്റിവിറ്റി എനിക്ക് ചുറ്റുമുണ്ടോ അതെല്ലാം ഞാൻ പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു സുഖം കിട്ടുന്ന ആ ചുറ്റുപാടും എല്ലാവരും ഈ മനസ്സിന്റെ എന്നിൽ നിന്നും പോകുന്ന സങ്കല്പത്തിന്റെ സുഖം എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ഒരു ഡിവൈനായിട്ടുള്ള ഒരു പ്രഭാപൂരിതമായ ഒരു കവചത്തിന്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും എന്നെ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് രൂപത്തിൽ എനിക്ക് എന്നെ കാണാൻ കഴിയും. എന്നിൽ നിന്നും പോകുന്ന പ്രകാശം പ്രകമ്പനം സർവരിലേക്കും അഥവാ പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ ഉയർത്തിക്കൊടുത്തുകൊണ്ടേയിരിക്കും, ഉണർത്തിക്കൊടുത്തുകൊണ്ടേയിരിക്കും. ഏത് നന്മകൾ. തിന്മകളിൽ നിന്ന് എനിക്ക് മാറാനും നന്മകൾ നിറയ്ക്കാനും എന്നിലും മറ്റുള്ളവരിലും നിറയ്ക്കാൻ കഴിയുമ്പോൾ ഓരോരോ മനസ്സുകളും സ്വാതന്ത്ര്യം കിട്ടിയ പോലെ, ആശ്വാസം കിട്ടിയ പോലെ അവരവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് അവർ ചെയ്തതെങ്കിൽ അവർക്ക് പോലും ഒരു തിരിച്ചറിവ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവര് പോലും ഒന്ന് ചിന്തിക്കാൻ ഈ പ്രേരണ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് എന്തേ പറ്റൂ? നമ്മൾ നന്നായി നമ്മുടെ മനസ്സാ സങ്കല്പം കൊണ്ട്, ആരും വാക്കുകളെ കൊണ്ട് പറയുമ്പോൾ എടുക്കാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ സങ്കല്പങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവരെയും നമുക്ക് നന്നാക്കാനും നന്മയിലേക്ക് കൊണ്ടുപോവാനും സാധിക്കും. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു രീതി എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഓരോ രീതികളും നന്മയുടെ വഴിയിലേക്ക് വേണം. എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള വിശേഷതകളുള്ളതാണ്. എപ്പോഴും പറയില്ലേ, വിശേഷതകളുടെ ഒരു നിറവുകൾ തന്നെയാണ് ഓരോ ആത്മീയമായ ആ പ്രഭ വിടർത്തുന്ന ഓരോ സഹോദരീ സഹോദരങ്ങളും എന്നാണ് എൻ്റെ ഉള്ളിൽ ധാരണയെങ്കിൽ എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ഒരു മോശമായതും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ ഏതൊരു ആദർശങ്ങളാവട്ടെ അവരുടെ ആശയങ്ങളാവട്ടെ നമുക്ക് ഉൾക്കൊള്ളാനും അതിലെ നല്ലതിനെ, കാരണം അത് ശരിയല്ലാത്തതാണെങ്കിൽ ശരിയല്ല എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റേതാക്കാൻ എനിക്ക് ശ്രമിക്കുകയും, അങ്ങനെ നമ്മളെ വിശേഷപ്പെട്ട ആരെ കാണുമ്പോഴും അവരുടെ വിശേഷതകളാണ് ഞാൻ കാണുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ എത്ര വിശേഷതകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ആരെ കാണുമ്പോഴും അവരുടെ ദുർബലതകളാണ് ഞാൻ കാണുമെങ്കിൽ, കുറ്റങ്ങളും കുറവുകളാണെങ്കിൽ ആ കുറ്റങ്ങളും കുറവുകളും എൻ്റേതായി മാറും. കാരണം ആരാണോ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അത് അവരുടേതായി മാറും. അതുകൊണ്ട് നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുമുള്ളവരുടെ വിശേഷതകൾ കണ്ടുകൊണ്ടേയിരിക്കൂ. നമ്മുടെ വിശേഷമായ ഓരോ വ്രതശുദ്ധികളും നമ്മളെ ശുദ്ധമായ മനസ്സ്, കാരണം നമ്മുടെ ഉള്ളിലെ വിശേഷതകളെ ഉണർത്താനായിരിക്കണം നമ്മുടെ ഉള്ളിലെ ഒത്തൊരുമയുടെ ഭാവം. കാരണം ഓരോരുത്തരെയും അവരവരെ പോലെ കാണാനും അവരിലെ കുറവുകൾ നികത്താൻ എനിക്ക് എൻ്റെ സങ്കല്പ ശക്തിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റൊരാള്, അതുകൊണ്ട് നമ്മൾ പറയും ഒരു മനസ്സ് മറ്റ് മനസ്സിനോട് സംസാരിക്കുന്ന ഒരു രീതി തന്നെയുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിനെ റീഡ് ചെയ്യാം, മൈൻഡ് റീഡിങ്. മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരോട് ഇടപഴകാൻ യാതൊരു വിഷമവും ഇല്ല. അവരെ നമ്മൾ അന്യനായിട്ട് കാണാൻ നമ്മുടെ മനോഭാവം തന്നെ വരില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു പിതാവിന്റെ ഒരു ദൈവത്തിന്റെ മക്കളാന്നുള്ള ഒരു സമഭാവന കൂടി ഉണ്ടായാൽ നമുക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ കാണാൻ പറ്റും. കുറച്ചു നേരം നമ്മുടെ ശുദ്ധ സങ്കല്പങ്ങൾ നമുക്കൊന്ന് രചിക്കാം. കുറച്ചു നേരം നോക്കൂ, നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായി വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എവിടെയാണോ നമ്മൾ ഇരിക്കുന്ന സുഖാസനത്തിലോ വളരെ നിവർന്നിരിക്കൂ. നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ ഞാൻ തന്നെ കാണാൻ ശ്രമിക്കുകയാണ്. ഞാനൊരു ചൈതന്യമായ
ആത്മദീപം, എൻ്റെ ആത്മദീപമാണ് നമ്മൾ വിളക്കായിട്ട് വെച്ച് രണ്ട് തിരി, ഒന്ന് സ്വയത്തിന്റെ, ഒന്ന് ഈശ്വരന്റെ. ആ രണ്ട് ദീപങ്ങളും ഞാൻ കാണാൻ ആദ്യം എൻ്റെ ദീപം ഞാൻ ഉണർത്തി ഒരു ജ്യോതിയായി മാറുകയാണ്. എൻ്റെ ഉള്ളിൽ എപ്പോഴാണോ ആ പ്രഭയുടെ പ്രഭാവം വരുന്നത്, ഞാൻ പൂർണ്ണമായും എൻ്റെ സ്വരൂപത്തിനെ മുഴുവൻ ഒരു പ്രഭാവലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്ക് ചുറ്റും എല്ലാം പ്രഭ നിറഞ്ഞതായി ഞാൻ കാണുന്നു. എൻ്റെ മനസ്സ് പൂർണ്ണമായും സുഖത്തിന്റെ, ശാന്തിയുടെ അനുഭവത്തിലേക്ക് പോകുന്നു. ശാന്തിയുടെ സുഖം ശരീരത്തിനും മനസ്സിനും എന്നെ ഊഷ്മളമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ശക്തിയാണോ എനിക്ക് കിട്ടുന്നത്, ആ ശക്തി സാഗരനായ സർവേശ്വരന്റെ തത്വത്തിലേക്ക് എൻ്റെ മനസ്സ് പോകുന്നു. എൻ്റെ ബുദ്ധി ആ ചിത്രത്തെ കണ്ട് കാണിച്ചു തരുന്നു. ഞാൻ എങ്ങനെയാണോ, അയ്യപ്പ സന്നിധിയിലാണോ ഞാൻ എത്തിയിട്ട് നിൽക്കുന്നത്, അതോ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിലാണോ, ആ ചൈതന്യത്തിൽ ഞാൻ ലയിച്ച് നിൽക്കുന്നതായി കാണൂ. നമ്മൾ ആ അമ്പലത്തിന്റെ, ഗോപുരത്തിന്റെ എന്തെല്ലാം നിറവുകളാണോ അതെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ബുദ്ധി കൊണ്ട് അവിടെ തന്നെ കാണൂ. എത്ര നേരം നമ്മുടെ നടയുടെ മുന്നിൽ തന്നെയാണോ അത്ര നേരം നമുക്ക് അതിന്റെ സുഖം അനുഭവിച്ച് ആരും നമ്മളോട്, കാരണം നമ്മുടെ ശരീരം അവിടെ എത്തുന്നില്ലല്ലോ, നമ്മുടെ മനസ്സ് മാത്രം എത്തും. എത്ര സുഖം നുകരാൻ സാധിക്കൂ, ആ ദിവ്യ ശക്തിയെ നമ്മളുടെ വീട്ടിലേക്ക് ആനയിക്കൂ. നമ്മുടെ വീട്ടിലേക്ക് ആനയിച്ച് ആ ദിവ്യ ചേതസ്സിനെ നമ്മുടെ സന്മുഖത്ത് വളരെ ഭവ്യതയോടുകൂടി നമ്മുടെ പ്രാർത്ഥനാ റൂമിലേക്ക് കൊണ്ടുവന്ന് ആ ദിവ്യപ്രഭ ഉള്ള വിളക്കിന്റെ അടുത്ത് ആ ദിവ്യപ്രഭയുടെ ആ സന്മുഖത്തിരുത്തി ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ആരാധിക്കുകയാണ്. ഞാൻ പുഷ്പങ്ങൾ ചാർത്തുന്നു, ഞാൻ വിളക്ക്, ആ എല്ലാ പ്രഭാമണ്ഡലവും ഞാൻ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന എൻ്റെ മനസ്സാ പൂജ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദിവ്യ ജ്യോതിസായിട്ടുള്ള ഈശ്വരന്റെ വരദാനങ്ങളെ പോലെ ആശീർവാദങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ നിറകിൽ ആ അദൃശ്യ കൈകൾ വന്ന് സർവത്ര സർവ ആരോഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും സുഖവും ശാന്തിയും സമൃദ്ധിയും എല്ലാം എനിക്ക് കനിഞ്ഞരുകി തന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വ്രതശുദ്ധിയുടെ പാരമ്യതയുടെ അനന്തര ഫലമായി കുട്ടി, നീ ദിവ്യ ചൈതന്യമായി നിന്റെ ഇനിയുള്ള കാലം ദിവ്യതയോടുകൂടി ജീവിക്കൂ. അനേകർക്ക് വഴി കാണിക്കൂ. അനേകരെ ദിവ്യതയിലേക്ക് മാറ്റിയെടുക്കൂ. ശരീരബോധത്തിന്റെ ദുർബലതകളിൽ നിന്നും ദിവ്യമായ ആ ഉള്ളിലെ പൊരുളിനെ പുറത്തേക്ക് കൊണ്ടുവരൂ. ഓരോരുത്തർക്കും വഴികാട്ടികളാവൂ. അന്ധവിശ്വാസത്തിലൂടെ പോയി, അന്ധതയിലൂടെ പോയി ഒരുപാട് ദുർബലതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്കെല്ലാം വഴികാട്ടിയായി മാറൂ എന്ന് എന്നോട് ഭഗവാന്റെ ആ ശബ്ദം എനിക്ക് കേൾക്കുന്നതായി കാണൂ. എല്ലാം ഞാൻ അനുസരണയുള്ളൊരു കുട്ടി പോലെ കേട്ട് ആ ദിവ്യ ജ്യോതിസിനെ ഞാൻ പ്രണമിക്കുകയാണ്. ഓം ശാന്തി, ഓം ശാന്തി.